പ്രപഞ്ചത്തെയും അതിലുള്ള എല്ലാ വസ്തുക്കളെയും ഈശ്വരന്റെ ശരീരമായി ഹൈന്ദവ ശാസ്ത്രങ്ങൾ കാണുന്നു. അതിലുള്ള ചൈതന്യത്തെ ആത്മാവായും വിവക്ഷിക്കുന്നു. ശരീരമെന്നാൽ ശിരണം ചെയ്യപ്പെടുന്നത് അഥവാ മാറ്റത്തിന് വിധേയമാവുന്നത് എന്നാണ് അർത്ഥം. ശരീരബന്ധങ്ങളിൽ നിന്നും കർമ്മബന്ധങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് മോക്ഷം. ഈ ശാശ്വത മുക്തിപദമാണ് ഹിന്ദുവിന്റെ ലക്ഷ്യം. ലോകത്തിലെ ഏറ്റവും പ്രധാനമായ സംസ്കാരങ്ങളിലൊന്നാണ് ഹിന്ദു സംസ്കാരം. ലോക ജനസംഖ്യയിൽ 15% ഹിന്ദുമത വിശ്വാസികളാണ്. 125 കോടിയോളം വരുന്ന ഹിന്ദുമത വിശ്വാസികളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ വസിക്കുന്നവരാണ്. സർവ്വലോകവും സർവ്വചരാചരങ്ങളും സൃഷ്ടിച്ചത് സാക്ഷാൽ പരബ്രഹ്മമാണെന്നും 33 കോടി ദേവതകളുണ്ടെന്നും അതിൽ ആരെ ഉപാസിച്ചാലും വിവിധ നദികൾ മഹാസാഗരത്തിലേക്ക് എത്തുന്നത് പോലെ സാക്ഷാൽ പരബ്രഹ്മത്തിൽ എത്തിച്ചേരുമെന്നുമാണ് ഹൈന്ദവ പുരാണങ്ങൾ പറയുന്നത്. ലക്ഷക്കണക്കിന് ഋഷിമാരും ആയിരക്കണക്കിന് പുണ്യഗ്രന്ഥങ്ങളുമുണ്ടെന്ന് ഹിന്ദു സംസ്കാരം പഠിപ്പിക്കുന്നു. കേരളത്തിലെ പ്രശസ്തമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് ശ്രീ തിരുനെല്ലി ക്ഷേത്രം. വയനാടിന്റെ വടക്കേ അറ്റത്ത് 4 ദിക്കിലും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രകൃതി രമണീയമായ ഒരു ഭൂപ്രദേശം. അവിടെയാണ് പറഞ്ഞറിയിക്കാനാവാത്ത ശാന്തതയോടെ ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അതിരിലായി പശ്ചിമഘട്ട പർവ്വതനിരകളിലെ വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രം. അതിന് നടുക്കാണ് തിരുനെല്ലി ക്ഷേത്രം. ചുറ്റും കോട്ട കെട്ടിയ പോലെ നിൽക്കുന്ന ബ്രഹ്മഗിരി മലനിരകൾ, നടുവിൽ ചെറിയൊരു കുന്ന്. കുന്നിന് മുകളിലാണ് ക്ഷേത്രം. സഹ്യമല ക്ഷേത്രമെന്നും ആമലക ക്ഷേത്രമെന്നും ഈ അമ്പലത്തിന് പേരുകളുണ്ട്. ബലികർമ്മങ്ങൾ ചെയ്യുന്നതിനായാണ് ഭക്തർ ഇവിടേക്ക് കൂടുതലായും എത്തുന്നത്. ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം എന്നീ പാരമ്പര്യങ്ങളിൽ മോക്ഷം ഒരു കേന്ദ്ര സങ്കല്പമാണ്. പുനർജന്മത്തിൽ നിന്നുള്ള മോചനമെന്നർത്ഥമാക്കുന്ന ഒരു ആശയം കൂടിയാണ് മോക്ഷം. ശരീരബന്ധത്തിൽ നിന്നും കർമ്മബന്ധത്തിൽ നിന്നുമുള്ള ശാശ്വത മോചനമായും മോക്ഷം എന്ന പദത്തെ കണക്കാക്കുന്നു. കോഴിക്കോട് നിന്നും ഏകദേശം 120ഓളം കിലോമീറ്റർ ദൂരമാണ് തിരുനെല്ലിയിലേക്കുള്ളത്. മാനന്തവാടിയാണ് ഏറ്റവും അടുത്തുള്ള പട്ടണം. ഏകദേശം 30 കിലോമീറ്റർ ദൂരമാണ് മാനന്തവാടിയിൽ നിന്ന് തിരുനെല്ലിയിലേക്കുള്ളത്. ഏകദേശം 21 കിലോമീറ്റർ വനപ്രദേശത്തോടുകൂടി യാത്ര ചെയ്യണം ക്ഷേത്രത്തിലെത്താൻ. കാട്ടിക്കുളത്തു നിന്നും വനത്തിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴി ഏതൊരു സഹൃദയനെയും വശീകരിക്കും. വഴിയരികിൽ കൂറ്റൻ മരങ്ങൾ ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുന്നുണ്ടാവും. നാനാവിധത്തിലുള്ള സസ്യജീവജാലങ്ങളെ ഇവിടെ കാണാം. തിരക്കില്ലാത്ത റോഡരികിലെ പച്ചപ്പിൽ മാനുകൾ കൂട്ടം കൂട്ടമായി മേയുന്നത് കാണാം. അതിരാവിലെ ഈ വഴി പോയാൽ ഗജവീരന്മാരടക്കമുള്ള വന്യജീവികളെയും കണ്ടേക്കാം. തണുപ്പിന്റെ താഴ്വാരങ്ങളിലൂടെ കാടിനെ തൊട്ട് കാട്ടുമൃഗങ്ങളെ കണ്ട് മനസ്സിന് തിരഞ്ഞൊരു യാത്രയാണ് തിരുനെല്ലിയിലേക്കുള്ള യാത്ര. കുടുംബങ്ങളാണ് തിരുനെല്ലിയിൽ ജീവിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും കൃഷിയെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള പഞ്ചായത്ത് തിരുനെല്ലിയാണ്. അടിയാൻ, പണിയൻ, കുറിച്യർ, മുള്ളക്കുറുമർ എന്നീ ആദിവാസി വിഭാഗങ്ങൾക്ക് പുറമെ കർണാടകത്തിൽ നിന്ന് വന്ന
ഇടനാടൻ ചെട്ടിമാര്, ഉരുതവര് എന്നീ ജാതി വിഭാഗങ്ങളും തിരുനെല്ലിയിലുണ്ട്. ഇവര് ഏത് കാലഘട്ടത്തിലാണ് ഈ പ്രദേശത്ത് അധിവാസമുറപ്പിച്ചത് എന്നത് വ്യക്തമല്ല. തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര വനത്തിലേക്കും കഥകളുടെ മായാലോകത്തേക്കുമുള്ള യാത്ര കൂടിയാണ്. വിശ്വാസവും ചരിത്രവും ഐതിഹ്യങ്ങളും കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ദേശമാണ് തിരുനെല്ലി. പിതൃക്കൾക്ക് ബലിയർപ്പിക്കുന്നതിനായുള്ള വടക്കൻ മലബാറിലെ ഏറ്റവും പ്രധാന സ്ഥലമായ ശ്രീ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. ബ്രഹ്മാവ് ഈ ക്ഷേത്രം നിർമ്മിച്ച് വിഷ്ണുവിന് സമർപ്പിച്ചു എന്നും ചതുർഭുജങ്ങളുടെ രൂപത്തിലാണ് ഈ ക്ഷേത്രം പണിതതെന്നുമാണ് അതിലൊന്ന്. ഒരു മനുഷ്യജന്മത്തിൽ അനുഷ്ഠിക്കേണ്ടി വരുന്ന നിരവധി കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠ കർമ്മം പിതൃകർമ്മമാണെന്നാണ് വിശ്വാസം. പിതൃക്കളെ കർമ്മങ്ങളാൽ നാരായണ സമക്ഷത്തിലേക്ക് എത്തിച്ച് മോക്ഷപ്രാപ്തിയിലെത്തിക്കുക എന്നതാണ് പിതൃകർമ്മങ്ങളാൽ ഉദ്ദേശിക്കുന്നത്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ജീവജാലങ്ങളും, അതിലുൾപ്പെടുന്ന മനുഷ്യ ശരീരവും. അതിനാൽ മനുഷ്യ ശരീരത്തിലും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നുണ്ടെന്നാണ് പൗരാണിക ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസം. മരണാനന്തരം ബലികർമ്മങ്ങൾ ചെയ്യേണ്ട രീതിയെക്കുറിച്ച് ഗരുഡപുരാണത്തിൽ ഗരുഡന്റെ ചോദ്യത്തിന് ഉത്തരമായി ഭഗവാൻ മഹാവിഷ്ണു തന്നെ വിവരിക്കുന്നുണ്ട്. പിണ്ഡകർമ്മങ്ങൾ ചെയ്യേണ്ടത് പുത്രനാണ്. പുത്രൻ ഇല്ലെങ്കിൽ ഭാര്യയോ, ഭാര്യയുമില്ലെങ്കിൽ സഹോദരന്മാർക്കോ ബലികർമ്മം ചെയ്യാം. ആരുമില്ലാത്തവർക്ക് ഒരു സുഹൃത്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കും ശേഷക്രിയകൾ ചെയ്യാവുന്നതാണ്. മാതാപിതാക്കളുടെ ശേഷക്രിയകൾ ആചരിക്കുന്ന മകന് 7 പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത പുണ്യം ലഭിക്കുമെന്നാണ് പറയുക. മാതാപിതാക്കളുടെ ശ്രാദ്ധകർമ്മങ്ങൾ ആചരിക്കുന്ന പുത്രന്മാർ ആ കർമ്മങ്ങളെല്ലാം വ്രതനിഷ്ഠയോടും ഭക്തിയോടും കൂടി ചെയ്യണം. ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപിരിയുന്നതിനെയാണ് ആത്മീയാർത്ഥത്തിൽ മരണം എന്ന് വിളിക്കുന്നത്. ഓരോ മരണത്തെയും പുതിയൊരു ജീവന്റെ തുടക്കമായും കണക്കാക്കുന്നു. അതായത് ആത്മാവ് ജീർണിച്ച ഒരു ശരീരത്തിൽ നിന്നും വേർപെട്ട് പുതിയൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരമാവട്ടെ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ലയിച്ചു ചേരുകയും ചെയ്യുന്നു. രോഗപീഠകളിൽ നിന്നും മുക്തരാകുവാൻ കുലദൈവമായ മാരിയമ്മയെ കൂട്ടി തിരുനെല്ലി പെരുമാളിന്റെ സന്നിധിയിൽ നിന്ന് കാടിറമ്പങ്ങളിലൂടെ വയനാടൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങുന്ന ചടങ്ങാണ് നാടുനീക്കൽ. വസൂരിയും മലമ്പനിയും നിറഞ്ഞ പഴയ കാലത്ത് ഭീതികളെ അകറ്റാൻ അടിയ സമുദായക്കാർ ചിട്ടപ്പെടുത്തിയതാണ് ഗദ്ദികയുടെ ഭാഗമായ നാടുനീക്കൽ എന്ന അനുഷ്ഠാനം. കൊട്ടിയൂരിൽ നിന്ന് വൈശാഖ മഹോത്സവം കഴിഞ്ഞ് മുതിരേരി അമ്പലത്തിലേക്ക് വാൾ തിരിച്ചെത്തുന്നതോടെയാണ് നാടുനീക്കൽ ചടങ്ങുകൾക്ക് തുടക്കമാവുക. കവുങ്ങിൻ പാളകൾ കൊണ്ട് വളച്ചു കെട്ടിയ മാരിയമ്മയുടെ പ്രതിരൂപവുമായി ഇവരെത്തുമ്പോൾ വീടുകൾ ഒരുക്കങ്ങളുമായി കാത്തിരിക്കും. വഴിപാടുകൾ സ്വീകരിച്ച് രോഗപീഠകളെ ആവാഹിച്ചാണ് ഓരോ വീട്ടിൽ നിന്നും ഇവരുടെ പടിയിറക്കം. തിരുനെല്ലിയിലും തൃശ്ശിലേരിയിലും മാത്രമാണ് ഈ അനുഷ്ഠാനം ഇന്നുള്ളത്. കാടിനെയും നിശബ്ദതയെയും ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരുനെല്ലി നൽകുന്ന അനുഭവം അത്ര ചെറുതല്ല. മനോഹരമായ പ്രകൃതിയുടെ മടിത്തട്ടിൽ ഏറ്റവും അനുഭൂതിദായകമായ ഒരു ആനന്ദ നിമിഷത്തിൽ നാം പ്രകൃതിയോട് അത്രമേൽ ഇണങ്ങിയതുപോലെ തിരുനെല്ലി നമ്മെ അതിശയിപ്പിക്കും.